മദ്യം എല്ലാവരും ഉപയോഗിക്കുന്നത് കൊണ്ടും അതിനോട് ഏറെ ഇഷ്ടമുള്ളത് കൊണ്ടും മദ്യത്തിനെതിരെയുള്ള സംസാരവും അതിനെതിരെ ആരെങ്കിലും പ്രബോധനമോ ഉപദേശവുമായിട്ട് വന്നാൽ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കാത്തവരാണ് ഏറെയും. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? ആരുടെ കണ്ണാണ് ചുമന്ന് കലങ്ങിയിരിക്കുന്നത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ചഷകങ്ങളിൽ വീഞ്ഞ് ചുവന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്തം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിയാടുന്നവനെ പോലെയുമായി തീരും. നീ പറയും, എന്നെ അവർ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല, അവർ എന്നെ പ്രഹരിച്ചു, എനിക്ക് ഏറ്റില്ല. ഞാൻ എപ്പോഴാണ് ഉണരുക? ഞാൻ ഇനിയും കുടിക്കും. സാധാരണ എല്ലാ കുടിയന്മാരും അല്ലെങ്കിൽ മദ്യപാനികളും പറയാറുള്ളതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് എൻ്റെ ആവശ്യത്തിന് എനിക്ക് ഏത് പ്രകാരം സുഖം ലഭിക്കുമോ അതിനുവേണ്ടി ഞാൻ ഒരു മടിയും കൂടാതെ പണം ചെലവഴിക്കും. അതിനാരും എന്നെ തടസ്സപ്പെടുത്താനോ ഉദ്ഘോഷിക്കാനോ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പല കുടുംബങ്ങളിൽ അസ്വസ്ഥതയോ ഭിന്നതയോ വെറുപ്പ് വൈരാഗ്യം കലഹങ്ങളൊക്കെ നീണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥിരമായ ഒരു മദ്യപാനിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്രകാരം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരെ അതിൽ നിന്നും പിന്തിരിഞ്ഞ് മദ്യമില്ലാത്ത നിറമുള്ള ജീവിതത്തിന്റെ കാഴ്ചകൾ കാണുവാനും ആസ്വദിക്കാനും എല്ലാവരും കഴിവുള്ളവരാകണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിലാദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, എനിക്ക് മദ്യപാനാസക്തി ഉണ്ടോ എന്ന തിരിച്ചറിവാണ്. മദ്യം ഞാൻ ഇഷ്ടപ്പെടുന്നെങ്കിലും പലപ്പോഴും ഞാൻ കഴിക്കുന്നുണ്ടെങ്കിലും എന്നെ ആരെങ്കിലും അവനൊരു മദ്യപാന ആസക്തിയുള്ള ആളാണ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ, എനിക്കങ്ങനെയൊന്നുമില്ല, ഞാൻ അത്തരക്കാരനല്ല. എന്നാൽ തിരിച്ചറിയണം സഹോദരങ്ങളെ, ആസക്തി എന്നത് മറ്റ് ലോകവസ്തുക്കളോട് ഉള്ളതുപോലെ മദ്യം ഒരുത്തനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അത് കൂടാതെ അത് ഉപയോഗിക്കാതെ അവൻ്റെ ദൈനംദിന ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്ക് കടന്നു പോകാൻ അവനെക്കൊണ്ട് സാധ്യമല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നാം മദ്യപാന ആസക്തൻ എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ ഒന്നാമതായിട്ട് തിരിച്ചറിയുക, മദ്യം എപ്പോഴും എനിക്ക് മദ്യപിക്കണം എന്നുള്ള ചിന്തയുണ്ടാകുന്നു. രണ്ടാമതായി നമ്മുടെ കൈയൊക്കെ വല്ലാതെ വിറയ്ക്കും. സ്ഥിരമായി മദ്യപിക്കുന്ന ആളെ കുറിച്ചാണ്, വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത്തരത്തിൽ കൈകാലുകളൊക്കെ വിറയ്ക്കുന്നു. ഒരു ഗ്ലാസ് ഇതിനകത്ത് വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കിടുകിടാ നമ്മുടെ ചുണ്ടോടടുപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അതേസമയം അല്പം മദ്യം ഉള്ളിൽ ചെന്നതിന് ശേഷമാണെങ്കിൽ സാധാരണ എല്ലാവരും നമ്മൾ ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നത് പോലെ നമ്മളെ കൊണ്ട് നിസ്സാരമായിട്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത്തരം കൈകാൽ വിറയൽ, പിന്നെ ശരീരത്തിന് ചില അസ്വസ്ഥതകൾ, അതുപോലെ തന്നെ ഭയം, ഉത്കണ്ഠ, ആദി, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നിത്യാദി ചിന്തകൾ മാനസിക തലത്തിൽ ഉണ്ടാകുന്നതും ഈ ആസക്തിയുടെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ മദ്യാസക്തിയുള്ള ആളാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ അംഗീകരിക്കുക. അതിനുശേഷം നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലുണ്ടാകേണ്ടത്, ഈ സ്വഭാവത്തെ, ഈ മദ്യപാനം എൻ്റെ കുടുംബത്തെയും എൻ്റെ സാമൂഹിക ബന്ധങ്ങളെയും എൻ്റെ സാമ്പത്തിക മേഖലകളെയും വല്ലാതെ ബാധിച്ചിരിക്കുന്നു, ഇതെന്നെ തകർത്ത് കളയും, മുന്നോട്ടുള്ള എൻ്റെ ജീവിതയാത്ര ഇങ്ങനെ പോയാൽ ഒരു തരത്തിലും രക്ഷപ്പെടാനാകാത്ത തരത്തിൽ സാമ്പത്തിക ബാധ്യതയോടൊപ്പം തന്നെ കടക്കിണിയും മറ്റ് ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? മദ്യം എനിക്ക് വേണ്ട, ഇതിൽ നിന്നും എനിക്ക് മോചനം വേണം,
ആഗ്രഹമാണ് ആദ്യമേ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. മദ്യപാനാസക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് വന്നതിന് ശേഷം ഞാൻ ഇതിന് ആസക്തിയുള്ള വ്യക്തിയാണെന്ന് അംഗീകരിച്ചതിന് ശേഷം ഈ സ്വഭാവത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിനോട് പല പ്രാവശ്യം ആവർത്തിച്ച് പറയുക. ഈ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടായി കഴിയുമ്പോൾ ഇതിനുള്ള ബാക്കിയുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ ചേർക്കപ്പെട്ടു വരികയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി എനിക്ക് പൂർണ്ണമായിട്ട് മദ്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ നാളെ മുതൽ മദ്യപിക്കില്ല എന്ന തീരുമാനമെടുത്താലും അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് മദ്യപാന ആസക്തിയുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ്. ശരീരത്തിനെയും മനസ്സിനെയും ഏതെല്ലാം തരം രോഗങ്ങളാണ് നമ്മളെ കീഴ്പ്പെടുത്തുന്നത്, ബാധിക്കുന്നത്. അതുപോലെ തന്നെ മദ്യപാനാസക്തി ചികിത്സ ആവശ്യമായ രോഗമാണെന്നുള്ള തിരിച്ചറിവ് ഏറ്റവും പ്രധാനമാണ്. മദ്യപാനാസക്തി ചികിത്സ ആവശ്യമുള്ള ഒരു രോഗമാണ്. അത് സാധാരണ എല്ലാവരോടും പറഞ്ഞാൽ, ഒരു മദ്യപാനിയോട് പറഞ്ഞാൽ നീ ഒരു രോഗിയാണെന്ന് പറഞ്ഞാൽ, മദ്യപാനശീലം ഒരു രോഗമാണെന്ന് പറഞ്ഞാൽ അവൻ അംഗീകരിക്കില്ല, അവൻ മനസ്സിലാക്കില്ല. അതേപോലെ തന്നെ മദ്യപാനശീലം കൊണ്ട് കുടുംബത്തിൽ വളരെ അസ്വസ്ഥതകള്, എപ്പോഴും ചീത്തയും തെറിയും ബഹളവും എടുത്തേറും തല്ലിപ്പൊട്ടീരും. ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്രകാരം ഏതെല്ലാം സ്ഥലങ്ങളിൽ, എത്രയെത്ര കുടുംബങ്ങളിൽ എന്തെല്ലാം അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നു. എന്നാൽ ആ കുടുംബാംഗങ്ങൾ ഇവരെ നേരിടുന്ന, അല്ലെങ്കിൽ ഇവരുടെ പ്രിയപ്പെട്ട ഭാര്യ, അല്ലെങ്കിൽ ഇവരുടെ പ്രിയപ്പെട്ട അമ്മ, സഹോദരി, ഈ വ്യക്തി കാണിക്കുന്നത്, ഈ വ്യക്തിയുടെ ഇത്തരമുള്ള പ്രവർത്തനത്തിന്റെ കാരണം നമ്മൾ സാധാരണ പറയുന്നത്, അയാൾ കിട്ടുന്ന പൈസയ്ക്ക് സൂചിച്ചു, മദ്യം കുടിച്ചു, മദ്യം കഴിച്ചു, അയാൾ ചെയ്യുന്ന കണ്ടില്ലേ, എത്ര ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് കണ്ടില്ലേ. എന്നാൽ ആരും അയാൾ രോഗിയാണ്, ആ രോഗത്തിന് ചികിത്സ ആവശ്യമാണ്, അയാളെ സ്നേഹപൂർണമായ സമീപനം കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കിയാൽ കുടുംബത്തിനും സമൂഹത്തിനും ഏറ്റവും വേണ്ടപ്പെട്ടവനായി മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് അമ്മമാരെ, സഹോദരിമാരെ, ഭാര്യമാരെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. മദ്യപാനാസക്തി എന്നത് ചികിത്സ ആവശ്യമായ ഒരു രോഗാവസ്ഥയാണ്. ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളെ പോലെ തന്നെ ക്യാൻസറിനേക്കാളും അതിഭീകരമായ ഒരു രോഗാവസ്ഥയാണ് മദ്യപാനശീലം. തുടക്കത്തിൽ, ആരംഭത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ, വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ ഇങ്ങനെ തുടങ്ങിയ മദ്യപാനശീലം, അല്ലെങ്കിൽ അത് ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ജോലി മേഖലയില്, തൊഴിലിടങ്ങളില്, അത് ഏത് ഇടങ്ങളിലാണോ ആ വ്യക്തി ആയിരിക്കുന്നത്, ഇവിടങ്ങളിലെല്ലാം അവന്റെ മനസ്സിലെ ചിന്തയും അവന്റെ മനസ്സിലെ ആലോചനയും ഇന്ന് എങ്ങനെ മദ്യപിക്കാം, അതിനുവേണ്ടി എങ്ങനെ പണമുണ്ടാക്കാം, എത്രയും പെട്ടെന്ന് അതിനുള്ള സമയവും സന്ദർഭവും സാഹചര്യവും ഒരുങ്ങി വരുവാൻ വേണ്ടി തുടിക്കുന്ന ഹൃദയമാണ് അവൻ്റെത്. അവനെ കുറ്റപ്പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ സ്നേഹത്തോടെ, സ്നേഹ സമീപനങ്ങൾ കൊണ്ട് അവൻ്റെ മക്കളും അവൻ്റെ ഭാര്യയും അവൻ്റെ അമ്മയും അവൻ്റെ മാതാപിതാക്കളും ഏറെ താല്പര്യത്തോടെ ചികിത്സയ്ക്ക് വിധേയമാക്കുക. ചികിത്സയിലൂടെ അവന് കുടുംബത്തിന്, നഷ്ടപ്പെട്ടു പോയ അവൻ്റെ നല്ല കുടുംബത്തെ, നല്ല കുടുംബാന്തരീക്ഷത്തെ, മക്കൾക്ക് സ്നേഹമുള്ള അച്ഛനെ, ഭാര്യയ്ക്ക് സ്നേഹമുള്ള ഭർത്താവിനെ, അപ്പന് സ്നേഹമുള്ള മകനെ തിരികെ ലഭിക്കുവാൻ ഇത്തരം ആസക്തിയിൽ പെട്ടുപോയ മക്കളെ ചികിത്സിച്ച് ഭേദമാക്കി നമുക്ക് കൊണ്ടുവരാനുള്ള ആ ബോധ്യത്തിലേക്ക് നിങ്ങൾ വരണം. ഇതിനുവേണ്ടി ഓരോ പാർട്ടിലൂടെ ഞാൻ അവതരിപ്പിക്കുന്ന ഈ മദ്യവും മദ്യപാനശീലവും അതിനുള്ള വിടുതലും എന്നുള്ള എൻ്റെ രണ്ടാം ഭാഗം എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് എടുക്കുകയും ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കുമല്ലോ. മദ്യപാനശീലത്തിൽ നിന്ന് എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മക്കളെ, എൻ്റെ അനിയന്മാരെ, ചേട്ടന്മാരെ, മാതാപിതാക്കളെ ഒക്കെയും രക്ഷിക്കണം, സഹായിക്കണം.
അതിൽ നിന്ന് വിടുവിക്കണമെന്നുള്ള എൻ്റെ ഹൃദയത്തിലെ ആ ഭയങ്കര വലിയ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തു പോകുന്നതാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ പ്രതീക്ഷയോടെ ഞാൻ ചെയ്ത ഒന്നാമത്തെ പാർട്ട് ഒത്തിരി ആൾക്കാർ കാണും, ഒത്തിരി ആൾക്കാരിലേക്ക് എത്തും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. ആൾക്കാർ കണ്ടാലും ഷെയർ ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഒരു 30 പാർട്ടെങ്കിലും ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. ഇതിലൂടെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി തിരിച്ചറിവ് അല്ലെങ്കിൽ മാറ്റണം എന്ന ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടെ ആരെങ്കിലും കടന്നു വന്നാൽ അവർക്കതൊരു ഉപകാരമാകുമല്ലോ. ഞാൻ ഏറെ ജോലി തിരക്കിനിടയിൽ എനിക്ക് പശു വളർത്തൽ, മറ്റ് കൃഷികാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് കുറേ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ട്. എഡിറ്റിങ്ങും ഇതൊന്നും നന്നായി നടക്കുന്നില്ല. എങ്കിലും എനിക്ക് പ്രതീക്ഷയുണ്ട്, എപ്പോഴെങ്കിലും ഇതെല്ലാവരിലും എത്തും, ആർക്കെങ്കിലും ഒക്കെ ഇത് ഉപകാരപ്പെടും. കാരണം അത്രയേറെ നമ്മുടെ സമൂഹത്തിൻ്റെ മദ്യപാനശീലം കൊണ്ട് തകർന്നു പോയ വ്യക്തികളുണ്ട്. എണ്ണിയാൽ തീരാവുന്നത്ര ആൾക്കാരല്ല. ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് അമ്മമാരുടെ, ഒരുപാട് ഭാര്യമാരുടെ കണ്ണീരുണ്ട്. എല്ലാവരും ഈ ആസക്തിയുള്ള ഒരു മദ്യപിനെ എല്ലാവരും വെറുപ്പോടെയും അറപ്പോടെയും അവജ്ഞയോടെയൊക്കെയാണ് കാണുന്നത്. എന്നാൽ ഞാൻ അവരെ ഏറെ സ്നേഹത്തോടെ, അവരെയാണ് എനിക്ക് ഏറെ ഇഷ്ടം. അവരെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർക്കുന്നു. അവരെൻ്റെ സഹോദരങ്ങളാണ്. ഞാൻ അനുഭവിച്ച ആ മാനസിക വിഷമങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ഇത് കേൾക്കുന്നവരെ അവർക്ക് ഈ അനുഭവം ഉണ്ടാകാൻ പാടില്ല. അവരെ തുറന്ന വിശാലമായ സുന്ദരമായ ഈ ലോകത്തിൻ്റെ വിശാലത, ഈ ലോകത്തിൻ്റെ സൗന്ദര്യം, കുടുംബ ജീവിതത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒക്കെ ആസ്വാദ്യതകൾ അനുഭവിക്കുന്നവരായി എല്ലാ സ്നേഹവും പ്രകൃതി അവർക്കായി ഒരുക്കിയിരിക്കുന്ന ഇത്ര മനോഹരമായ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ സാധിച്ചത് തന്നെ എത്ര മഹനീയമാണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് നൽകിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കും. കാരണം അവരെ ദുഃഖത്തിലും ദുരിതത്തിലും മനപ്രയാസത്തിലും എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് കുടുംബത്തിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ അവരെ അനുഭവിക്കുന്ന പോലെ പ്രശ്നങ്ങൾ, അതിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി, അതിനുള്ള മോചനത്തിന് വേണ്ടി, ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടി, സമാധാനപരമായിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയാണ് അവർ അമിതമായി മദ്യപിക്കുന്നത്. എന്നാലോ അമിതമായി മദ്യപിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അതിൽ കൂടുതൽ വിഷമം. അത് എല്ലാം അവരെ തകർത്ത് കളയാണ്. അവരെ ആത്മഹത്യാ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നു, നിരാശയിലേക്ക് കൊണ്ടുപോകുന്നു, ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഭാര്യയെ സംശയം, എല്ലാവരെയും സംശയം, ഇങ്ങനെ ഏറെ എണ്ണിയാൽ തീരാത്ത നിരവധി പ്രശ്നങ്ങളുടെ ഉള്ളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഏറെ സ്നേഹത്തോടെ, ഏറെ വാത്സല്യത്തോടെ, ഏറെ കരുതലോടെ ഞാൻ അവർക്ക് വേണ്ടി ഇനിയുള്ള കാലം സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഒരു മദ്യപാനാസക്തനാണ്, ഞാനിങ്ങനെ അസ്വസ്ഥനാണ്, തകർന്നവനാണ്, എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ള തോന്നലുമായി കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 8606604368 എന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ സ്നേഹത്തോടെ ധൈര്യമായിട്ട് എന്നെ വിളിക്കാം. എനിക്ക് ആകുന്ന ഉപദേശങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. ഉപദേശം മാത്രമല്ല, സ്നേഹം നിറഞ്ഞ കരുതലോടുകൂടിയുള്ള ഒരു സംരക്ഷണമായി നിങ്ങൾക്കത് ഭവിക്കും. താല്പര്യമുള്ളവർ വിളിക്കുക.